കൊല്ലത്ത് MDMA-യുമായി പിടിയിലായ യുവതിയിൽ നിന്ന് കൂടുതൽ മയക്കുമരുന്ന് കണ്ടെടുത്തു. മെഡിക്കൽ പരിശോധനയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച MDMA കണ്ടെടുക്കുകയായിരുന്നു. അഞ്ചാലമൂട് സ്വദേശിനി അനില രവീന്ദ്രനാണ് പിടിയിലായത്. 46 ഗ്രാം MDMA ആണ് മെഡിക്കൽ പരിശോധനയിൽ പിടിച്ചത്. കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്ന് 50 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി. എസ് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനീഷ്, ഇവർ സ്ഥിരമായി ഈ മയക്കുമരുന്ന് കടത്ത് അതിൻ്റെ ഒരു കാരിയറായി പ്രവർത്തിക്കുന്ന ഒരു യുവതിയാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം നഗരത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി സപ്ലൈ ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതെ, തീർച്ചയായും രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ യുവതി മുൻപും സമാനമായ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച യുവതിയാണ്. ഇവർ ജാമ്യത്തിലിറങ്ങിയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ചാണ് അതിസാഹസികമായിട്ട് പോലീസ് യുവതിയെ പിടികൂടുകയായിരുന്നു. വാഹന പരിശോധനയിൽ ഇവർ രഹസ്യ വിവരത്തെ തുടർന്നുള്ള വാഹന പരിശോധനയായിരുന്നു. ഇവരുടെ കാറിന് കൈകാണിച്ചിട്ട് ഇവർ നിർത്താതെ പോയപ്പോൾ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. നമുക്കറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഇവർ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് 50 ഗ്രാം MDMA-യുമായിട്ടായിരുന്നു ഇവർ എത്തിയിരുന്നത്. പോലീസ് ഇവരുടെ വാഹനത്തിൽ നിന്നും 50 ഗ്രാം MDMA പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അങ്ങനെ ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവരുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ 46 ഗ്രാം MDMA കൂടി പോലീസ് പിടികൂടുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു MDMA വേട്ടയാണ് കൊല്ലത്ത് നടക്കുന്നത്. കാരണം ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു വരുന്നു. എക്സൈസിന്റെ ഭാഗത്തു നിന്നും സംഘങ്ങൾ തിരിഞ്ഞ് പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ഗ്രൂപ്പുകൾ, അതായത് ഡാൻസ് ഓഫ് ടീമിന്റെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിശോധനകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ യുവതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് അറിയേണ്ടത്. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പരിശോധനയിലും ലഹരി ഗുളികകളടക്കം എക്സൈസ് പിടികൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഞ്ചാവ് പിടികൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധന തീരദേശവും കിഴക്കൻ മേഖലയും കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധനകളാണ് രഞ്ജിത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഈ യുവതിയെ വീണ്ടും വിനീഷ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് കൂടുതൽ ലഹരി വസ്തുക്കൾ ഇവരുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം. കാരണം ഇനിയും ലഹരി കൈവശം വെച്ചിട്ടുണ്ടോ, ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ, അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് വ്യക്തമായ സൂചനയുണ്ടോ? തീർച്ചയായും ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. ഇവർ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ലഹരി സൂക്ഷിച്ച് കടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. 46 ഗ്രാം MDMA ഇവരുടെ സ്വകാര്യ ഭാഗത്ത് നിന്ന് പോലീസ് കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവത്തോടെ തന്നെയാണ് ഈ ഒരു വിഷയം കാണുന്നത്. എന്തായാലും ഇവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തായിട്ടുണ്ടെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വ്യക്തതകൾ ഇനി വരാനുണ്ട്. ഇവിടെ നിന്ന് ഈ കൊണ്ടുവന്നു, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് യുവതി ആദ്യം വെളിപ്പെടുത്തിയത്. പക്ഷേ അതിന്റെ ഉറവിടം കൂടുതൽ വ്യക്തമാകുന്നതിനായിട്ടുള്ള അന്വേഷണമാണ് രഞ്ജിത്ത് ഇപ്പോൾ നടക്കുന്നത്. എസ് വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കൊല്ലത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു യുവതി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് MDMA വ്യാപനവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്.